BJP നേതൃത്വം കൃത്യമായും വോട്ട് തേടുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ നരേന്ദ്രമോദിയുടെ തുടർ വിജയത്തിന് വേണ്ടിയല്ല എന്ന് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതോടുകൂടി പിന്നീട് നടന്ന 5ാം ഘട്ട വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, നരേന്ദ്രമോദി ആയിരിക്കില്ല ഇനി പ്രധാനമന്ത്രി, അഥവാ ആയാൽ തന്നെ കഷ്ടിച്ച് ഒരു കൊല്ലം എന്ന രീതിയിലേക്കാണ്. മോദിയുടെ ചില ഗ്യാരണ്ടി അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുമ്പോഴും ജനങ്ങൾക്കിടയിൽ അമിത്ഷാ അല്ലല്ലോ എന്ന ചിന്ത പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഫലിപ്പിക്കുന്നത്. അത് ജനങ്ങൾക്കിടയിൽ ഏശിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, അമിത്ഷായോട് RSSന് വലിയ രീതിയിലുള്ള ഒരു പ്രശംസയൊന്നും ഇല്ല. നരേന്ദ്രമോദിയോട് പ്രശംസയുണ്ട്, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗിനോടുണ്ട്, നിതിൻ ഗഡ്കരിയോടുണ്ട്. പക്ഷേ അതുപോലൊരു പ്രശംസയൊന്നും അമിത്ഷാ പിടിച്ചു വാങ്ങിയിട്ടില്ല. അമിത്ഷായെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ RSSൻ്റെ നിർദ്ദേശം പോലും ലഭിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ BJPക്കിടയിലെ ചില രഹസ്യമായ അജണ്ടയെ പരസ്യപ്പെടുത്താൻ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതൃത്വം തീവ്രമായി ശ്രമിക്കുന്നത് BJPക്ക് വലിയ തലവേദനയാകും എന്ന് തന്നെ വ്യക്തമാകുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ അതിശക്തമായി അതിക്രൂരമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും അദ്ദേഹത്തിനെ തീഹാർ ജയിലിലേക്ക് അടയ്ക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഓങ്ങി വെച്ചിരുന്നതാണ് ഇവർക്കൊരു പണി കൊടുക്കണം എന്ന്. അത് കൃത്യമായി തന്നെ കെജ്രിവാൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, മെയ് 25-നാണ് ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റും ഹരിയാനയിലെ 10 ലോക്സഭാ സീറ്റും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്, അതായത് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇത്തരത്തിലേക്കുള്ള ഒരു പരാമർശം അത് എത്രത്തോളം വോട്ടർമാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നവർ പോലും മോദിയല്ല എന്ന രീതിയിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദി ഫാൻസ് എന്ന രീതിയിലേക്ക് പലരും ചിന്തിക്കുന്നവർ അവർ പോലും മാറി ചിന്തിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മോദി 3ാം തവണ അധികാരത്തിലേക്ക് വരില്ല, അഥവാ വന്നാൽ തന്നെ കഷ്ടിച്ചൊരു കൊല്ലം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെടുമ്പോൾ കൃത്യമായും കെജ്രിവാൾ പറഞ്ഞ ഈ ആശയത്തോട് യോജിക്കുന്നവരാണ് മിക്ക ആളുകളും. 75 വയസ്സാണ് BJPക്കുള്ളിൽ പ്രധാന ചുമതലകൾ വഹിക്കുന്നതിൻ്റെ പ്രായപരിധി എന്ന് കൃത്യമായി തന്നെ പാർലമെൻ്ററി ബോർഡ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആർക്കും ഇളവില്ല. അതെങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് മാത്രം ബാധകമാകുന്നത് എന്ന രീതി കെജ്രിവാൾ തന്നെ ചോദിക്കുമ്പോൾ കെജ്രിവാളിൻ്റെ ആ ചോദ്യം എത്രത്തോളം അർത്ഥവത്തായ മറുപുറങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കെജ്രിവാളിൻ്റെ ഓരോ പ്രസംഗവും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് മോദിക്ക് കൃത്യമായി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉടനീളം അനുഭവിച്ചറിഞ്ഞ ആളാണ്. നരേന്ദ്രമോദി ഇരിക്കുന്ന തൽസ്ഥാന നഗരിയിൽ പോലും കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇന്നേ വരെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുനിസിപ്പൽ കോർപ്പറേഷനായിരുന്നാലും ഡൽഹി നിയമസഭയായിരുന്നാലും ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് BJPക്ക് ഒരു ആധിപത്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ ആധിപത്യത്തെ പോലും വെട്ടിച്ചുരുക്കാൻ കെജ്രിവാളിനെ കൊണ്ട് നിഷ്പ്രയാസം കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയം.